Here we are trying to solve an equation of the form f of x equal to 0 using the fixed point iteration method. Already നമ്മൾ regular falsy method കണ്ടു, bisection method കണ്ടു. ഫിക്സഡ് പോയിന്റ് iteration method എന്ന് പറയുന്നത് ചെയ്യുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മളൊരു ഫിക്സഡ് പോയിന്റ് പ്രോബ്ലം ആക്കി മാറ്റും. ഈ ഫിക്സഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ ഫിക്സഡ് പോയിന്റ് ആണ് എസ് എന്ന് പറയണമെങ്കിൽ ജി ഓഫ് എസ് ഈക്വൽ ടു എസ് തന്നെ ആയിരിക്കണം. അതായത് ഫംഗ്ഷൻ എസിനെ ചേഞ്ച് ചെയ്യാതെ വിടണം. ഫോർ എക്സാമ്പിൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കാം. നമുക്കറിയാം 2 കൊടുത്താൽ 4 കിട്ടും, -2 കൊടുത്തു കഴിഞ്ഞാൽ 4 കിട്ടും. ഇപ്പോൾ 2നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, 4ലേക്ക് മാറ്റുന്നുണ്ട്. വെറസ് ഇഫ് യു പുട്ട് എഫ് ഓഫ് 1 ദിസ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ, അല്ലെ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 സ്ക്വയർ 0 ആണ്. അപ്പോൾ നമ്മൾ പറയും ഈ ഇക്വേഷന്റെ ഫിക്സഡ് പോയിന്റ്സ് ആണ് 0യും 1 എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫിക്സഡ് പോയിന്റ് ആണെന്ന് പറയുന്നത്. അതായത് ജി ഓഫ് എസ് ഈക്വൽ ടു എസ് തന്നെ ആയിരിക്കണം. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ രീതിയിൽ മാറ്റി എഴുതും ഫോർ സം സ്യൂട്ടബിൾ ജി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റ് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫിക്സഡ് പോയിന്റ് ഐട്രേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 6 - 4 ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്, വേറെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6 - 4 ഈക്വൽ ടു 0 ടൈപ്പുള്ള ഒരു ഇക്വേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പല രീതിയിൽ എങ്ങനെ എഴുതാം, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിട്ട് എഴുതാം. ഒരു രീതി എന്ന് പറയുന്നത് ഈ എക്സ് അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാ ടേംസും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ എക്സ് സ്ക്വയർ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസ് എക്സും 4ഉം കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് എക്സ് സ്ക്വയർ എന്ന എക്സിനെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 4 എന്ന് എഴുതാം. അതും അല്ലെങ്കിൽ ഈ എക്സ് സ്ക്വയർ എക്സിലും എക്സ് കോമൺ ആയിട്ട് എടുക്കുക, എന്നിട്ട് 4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതിന് ശേഷം 4/x - 1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ജി ഓഫ് എക്സ് ആയിട്ട് വരും. ഈ കേസിൽ ഇതാണ് ജി ഓഫ് എക്സ്. ഈ കേസിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ് ജി ഓഫ് എക്സ്. ഈ എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എക്സ് സ്ക്വയർ മൈനസ് 4 എഴുതുകയാണെങ്കിൽ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ പ്രോബ്ലത്തിനെ മാറ്റി എഴുതും. എന്നിട്ട് നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരു ഗസ് എടുക്കും, ഒരു ഇനീഷ്യൽ ഗസ് എടുക്കും. ഈ ഇനീഷ്യൽ ഗസ് നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എഫ് ഓഫ് എ പോസിറ്റീവും എഫ് ഓഫ് എ പ്ലസ് 1 അല്ലെങ്കിൽ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ യു നോ ദാറ്റ് ദർ എക്സിസ്റ്റ് എ റൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ അങ്ങനെ ആ റൂട്ടിന്റെ വളരെ അടുത്തുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഈ എക്സ് നോട്ട് എടുക്കുക, ഇതർ എ ഓർ ബി ചൂസ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ടൈപ്പിലാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നതെങ്കിലും ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്തല്ല, ഈ ഇക്വേഷൻ്റെ ഒരു ഫിക്സഡ് പോയിന്റ് അല്ല, നമ്മൾ ജസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ നമ്മുടെ ഫിക്സഡ് പോയിന്റിൽ എന്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ജി ഓഫ് എക്സ് സ്റ്റാർ ഫിക്സഡ് പോയിന്റ് ആണെങ്കിൽ ജി ഓഫ് എക്സ് സ്റ്റാർ ഈക്വൽ ടു എക്സ് സ്റ്റാർ ആയിരിക്കും. പക്ഷെ നമ്മൾ എടുത്തത് എക്സ് സ്റ്റാർ അല്ല, പകരം എക്സ് സ്റ്റാറിന്റെ കുറച്ച് അടുത്തുള്ള ഒരു പോയിന്റ് എക്സ് നോട്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു എക്സ് നോട്ട്, ബട്ട് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും, എക്സ് നോട്ട് ആയിരിക്കും, എക്സ് നോട്ടിന്റെ അടുത്തായിരിക്കും. ഓക്കെ, ഈക്വൽ ടു ആവുകയാണെങ്കിൽ എക്സ് നോട്ട് തന്നെയായിരിക്കും ഫിക്സഡ് പോയിന്റ്. ആൻഡ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ഓട്ടോമാറ്റിക്കലി ഈ ഇക്വേഷനും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇത് തന്നെയായിരിക്കും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യുടെ റൂട്ടായിട്ട് വരുന്നത്. ഓക്കെ, ജിയുടെ ഫിക്സഡ് പോയിന്റ് ആണ് എഫിന്റെ റൂട്ടായിട്ട് വരിക. ബിക്കോസ് എഫിനെ നമ്മൾ ഫിക്സഡ് പോയിന്റ് ഫോമിലേക്ക് എഴുതിയതാണ് ഈ എഴുതിയിരിക്കുന്നത്, ഈ ജി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജി ഓഫ് എക്സ് നോട്ടിന് കിട്ടുന്ന വാല്യൂ എന്തല്ല, എക്സ് നോട്ടിന് എക്സാക്ട്ലി ഈക്വൽ അല്ല, ബട്ട് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് നോട്ട്. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂനെ നമ്മൾ x1 എന്ന് വിളിക്കും. വി കോൾ ദിസ് വാല്യൂ എസ് x1. അപ്പോൾ നമുക്കൊരു x1 കിട്ടി. ആ x1, അപ്പോൾ x1 ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് എന്ന് എടുക്കുക. ഈ x1 വിൽ ബി എ റിഫൈൻമെന്റ് ഓഫ് എക്സ് നോട്ട്. എക്സ് നോട്ടിന്റെ ഒരു റിഫൈൻഡ് വാല്യൂ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് നോട്ടിനേക്കാൾ ഒരു ബെറ്റർ വാല്യൂ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഈ x1 എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, ജി ഓഫ് x1 കൺസിഡർ ചെയ്യും. ജി ഓഫ് x1 എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോട്ട് ഈക്വൽ ടു x1 ബട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു x1 ആയിരിക്കും. അപ്പോൾ ഈ കിട്ടുന്ന ജി ഓഫ് x1 എന്താണോ അത് x1ന്റെ ഒരു ബെറ്റർമെന്റ്, ഒരു റിഫൈൻമെന്റ് ആയിരിക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ x2 എന്ന് വിളിക്കും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ xn + 1 ഈക്വൽ ടു ജി ഓഫ് xn എന്ന് കിട്ടും. Okay, so what we get is x1 equal to g of x naught and x2 is equal to g of x1, then x3 equal to g of x2 etc. ആണ് കിട്ടുക, etc. കിട്ടും. സപ്പോസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ x1 x2 etc. കൺവേർജസ് ടു സം x സ്റ്റാർ എന്ന് വിചാരിക്കാം. ഇത് x സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ
നമുക്ക് ജി കണ്ടിന്യൂസ് ആണെങ്കിൽ, ഇഫ് ജി കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ജി ഓഫ് x1, ജി ഓഫ് x2, ജി ഓഫ് x3 എക്സെട്ര. ഈ കിട്ടുന്ന സീക്വൻസ് കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിലുള്ള സീക്വൻസും ഇത് എക്സ് സ്റ്റാറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ this g of x1, g of x0, g of x1, g of x2, etc. This will be converging to g of x star. g of x star like converging. Okay, so the limit x1, x2, the limit of x1, x2, etc. Suppose it exists and it is x star, then that will be the same as g of the limit of g of x1, g of x2, g of x3, etc. So this will be equal. That means your g of x star will be equal to x star. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ x1, x2, x3, എക്സെട്ര കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. ആ പോയിന്റ് എക്സാക്ട്ലി നമുക്ക് വേണ്ട ന്യൂമറിക്കൽ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ റിഫൈൻമെന്റ് എടുത്ത് ഒരു xn വരെ കണ്ടുപിടിച്ചാൽ മതി. സം n മീൻസ് ഐദർ ഫിഫ്ത്ത് ഓർ സിക്സ്ത് സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് an approximation of x star because these are getting nearer and nearer to x star ആണ്. അപ്പോൾ നമ്മളൊരു 100 സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി വെരി ക്ലോസ് ടു x star. നമുക്ക് എത്ര അക്യുറസി വേണോ അത്രയും കൂടുതൽ പ്രാവശ്യം ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. So that's the idea of the fixed point iteration method. അപ്പോൾ ഫിക്സഡ് പോയിന്റ് iteration മെത്തേഡിൽ ഇത്രയും ചെയ്യാനുള്ളൂ. നമ്മൾ ആ ഇക്വേഷനെ x ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എന്നിട്ട് ഒരു എക്സ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ടേക്ക് ആൻ എക്സ് നോട്ട് ആൻഡ് ഫൈൻഡ് വാട്ട് ഇസ് ജി ഓഫ് എക്സ് നോട്ട്. ജി ഓഫ് എക്സ് നോട്ട് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിനെ x1 എന്ന് വിളിക്കുക. എന്നിട്ട് ജി ഓഫ് x1 കണ്ടുപിടിക്കുക. കിട്ടുന്ന ആൻസറിനെ x2 എന്ന് വിളിക്കുക. ജി ഓഫ് x2 നെ x3 എന്ന് വിളിക്കുക, എക്സെട്ര. ജി ഓഫ് xn xn plus 1 എന്ന് വിളിക്കുക. And if it converges, if it shows a tendency to converge to some point, then you can say that the points are getting nearer and nearer to the actual root x star. A fixed point like converge ചെയ്യും. ആ fixed point തന്നെയായിരിക്കും ഈ equationന്റെ solution. So that is the idea behind the fixed point iteration method. അപ്പോൾ the method works if x1, x2, etc. converges. ഇത് converge ചെയ്യണമെങ്കിൽ മാത്രമാണ് ആ മെത്തേഡ് വർക്ക് ചെയ്യുള്ളൂ. And it can so happen that the method need not converge because നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ജി ഓഫ് എക്സ് എഴുതാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോബ്ലത്തിൽ എക്സ് പല രീതിയിൽ എഴുതാൻ പറ്റും. ഇതിൽ ചില രീതിയിലൊന്നും എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടണമെന്നില്ല, ഈ കിട്ടിയിരിക്കുന്ന x1, x2, x3 എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്തോളണമെന്നില്ല. ഡിപ്പെൻസ് ഓൺ ദ ചോയ്സ് ഓഫ് എക്സ് നോട്ട്. എക്സ് നോട്ട് നമ്മുടെ സൊല്യൂഷൻ്റെ അടുത്തെടുക്കണം, പറ്റുന്നിടത്തോളം അടുത്തെടുക്കണം. ആൻഡ് ജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ജിക്ക് നമ്മൾ സാധാരണ ഇതിന്റെ കൺവേർജൻസ് കിട്ടാനുള്ള ഒരു കണ്ടീഷൻ പറയാറ് ജിയുടെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സിന്റെ മോഡുലസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ കെ ലെസ് ദാൻ 1. അപ്പോൾ ജി ഡാഷ് എക്സിനെ നമുക്ക് എക്സ് നോട്ടിന്റെ ഒരു നൈബർഹുഡിൽ അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷന്റെ ഒരു നൈബർഹുഡിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ലിമിറ്റ് ചെയ്യാൻ പറ്റണം, ഒരു അപ്പർ ബൗണ്ട് വെച്ചിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് അപ്പർ ബൗണ്ട് എന്തായിരിക്കണം, ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം ജി വിൽ ബി ഓൾവേസ് ഗിവിംഗ് യു ദി ഫിക്സഡ് പോയിന്റ്. ഓക്കെ, ജിയുടെ ഫിക്സഡ് പോയിന്റ് നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. That will be seeing later. So for the time being we'll see a problem. Solve x cube plus x minus 1 equal to 0 using fixed point iteration. ഇതിൽ എക്സ് പല രീതിയിൽ എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ക്യൂബ് എന്ന് എഴുതാം അല്ലേ, ഇതിൽ അങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു പോളിനോമിയലാണ് കിട്ടുക. പോളിനോമിയലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പോളിനോമിയൽസിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ അത് വീണ്ടും പോളിനോമിയൽസ് ആയിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ്സ് ലിമിറ്റഡ് ആയിക്കൊള്ളുന്നു, ബൗണ്ടഡ് ആയിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പോളിനോമിയൽ അല്ലാത്ത രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിൽ ടേക്ക് ആൻ എക്സ് ഔട്ട് സൈഡ്. ഈ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് എക്സ് എടുക്കും. അപ്പോൾ അത് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താ എഴുതാം, 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് നോ ഇൻ ദി ഫിക്സഡ് പോയിന്റ് ഫോം. ഈ ഫംഗ്ഷനെ ജി എന്ന് വിളിച്ചാൽ ജിയുടെ ഒരു ഫിക്സഡ് പോയിന്റ് ആയിരിക്കണം എക്സ്, അതായത് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിയിലാണ് ഇതിനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എന്തിനെടുക്കാം, ഈ റൈറ്റ് സൈഡിൽ എക്സ് ഈക്വൽ ടു എന്ത് ഫംഗ്ഷൻ ആയിട്ടാണോ എഴുതിയിരിക്കുന്നത് അതിനെ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് വിളിക്കാം. സോ ഹിയർ ജി ഓഫ് എക്സ് ഇസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എഫ് ഓഫ് 0 നിങ്ങൾ നോക്കുകയാണെങ്കിൽ -1 എന്ന് കിട്ടും. ഈ എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ് നമ്മുടെ എഫിന്റെ വാല്യൂ. ഓക്കെ, ഇവിടെ ഞാൻ എഫിന്റെ വാല്യൂ വെച്ചിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് റൂട്ട് എക്സ് നോട്ട് ഗസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -1, എഫ് ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ +1 കിട്ടും. അപ്പോൾ 0യുടെയും 1ന്റെയും ഇടയ്ക്ക് ഒരു റൂട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എക്സ് നോട്ട് ആയിട്ട് ഒന്നുകിൽ 0 ചൂസ് ചെയ്യാം അല്ലെങ്കിൽ 1 ചൂസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 1 എടുത്തിട്ടാണ് പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. 0 എടുത്തിട്ടും പ്രൊസീഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x1 എന്ത് വരും, ജി ഓഫ് 1 വരും. ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/1 പ്ലസ് 1 സ്ക്വയർ ആണ്. അപ്പോൾ 0.5 എന്ന് കിട്ടും.
Now x2 is equal to g of x1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x2 is equal to g of 0.5 എന്ന് കിട്ടും. That's equal to 1 by 1 plus 0.5 square എന്ന് കിട്ടും. That's equal to 0.8. ഇനി x3 ഇതേപോലെ g of 0.8. അപ്പോൾ കിട്ടുന്നത് നമുക്ക് 0.61 ആണ് കിട്ടിയിരിക്കുന്നത്. അതാണ് g of 0.61നെ നമുക്ക് x4 എന്ന് വിളിക്കാം. അപ്പോൾ കിട്ടുന്നത് 0.729 ആണ്. g of 0.729 നമുക്ക് x5 എന്ന് വിളിക്കാം. അപ്പോൾ കിട്ടുന്നത് g of 0.729 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.653 എന്ന് കിട്ടും. അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ x6 കിട്ടും. അങ്ങനെ പോയാൽ നമുക്ക് സൊല്യൂഷൻ, ആക്ച്വൽ സൊല്യൂഷനിൽ നമുക്ക് s is equal to 0.682328 ആണ് ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലേ നമ്മൾ 68ലേക്ക് എത്തുള്ളൂ. ഫർദർ this has to be proceeded. Okay, so this is how we do the problems. So you can show that if g dash x is bounded by some finite number k whose value is less than 1, then the method will always converge. Thank you.